ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റാഗി സ്മൂത്തി ആവാമെന്ന് കരുതി. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് എടുത്തിരിക്കുന്നത്. റാഗി ഞാൻ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 10-15 കറുത്ത മുന്തിരിങ്ങ കുരുവില്ലാത്തത്, 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്, പിന്നെ ഒരു 8-10 ബദാം, പിന്നെ ഒരു 4 ഈന്തപ്പഴം. ഇത്രയും ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു 3 ഏലക്കായ, പിന്നെ ഒരു റോബസ്റ്റ പഴവും, പിന്നെ 1 കപ്പ് പാലും ആണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. കറുത്ത മുന്തിരിങ്ങയും ഈന്തപ്പഴവും ഒക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ നല്ല വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. ഏലക്കായയും തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുക, കാരണം ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി തളിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റാഗി അല്പം വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് കലക്കി വെക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് റാഗി കുറുക്കാറില്ലേ, അതുപോലെ തന്നെ അല്പം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ കലക്കി വെച്ച റാഗി അതിൽ ചേർത്ത് നല്ലോണം ഇളക്കി കട്ടയില്ലാണ്ട് കുറുക്കിയെടുക്കുക. ഇനി റാഗി കുറുക്കിയത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിൽ ഇതെല്ലാം കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏലക്കായ തൊലി കളയണം, അതുപോലെ തന്നെ ബദാം തൊലി കളയണം, ഒപ്പം തന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു കളയണം. ബദാം എന്തിനാണ് തൊലി കളയണത് എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ബദാമിൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് ചിലർക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ടാണ്. ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചിയ സീഡ് ഒരു 2-3 സ്പൂൺ കുതിർന്നത് ചേർത്ത് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ട്. പിന്നെ റാഗിയാണ്, ധാരാളം അയൺ കണ്ടൻറ്റും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ചേർത്തിരിക്കുന്ന ഓരോ ചേരുവയുടെയും ഗുണം എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്രയുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.